നഷ്ടത്തിലാണ്, ലാഭമില്ല എന്ന് ഏതെങ്കിലും മാനേജർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാനേജർമാർക്ക് ആ സ്കൂളുകൾ പൊളിച്ച് കല്യാണ മണ്ഡപങ്ങൾ നിർമ്മിക്കാനും സിനിമാ തിയേറ്ററുകൾ പണിയാനും അനുവാദം കൊടുത്തിരുന്ന ഒരു കാലം. നമ്മുടെ വിദ്യാലയങ്ങൾ JCB കൊണ്ടുവന്ന് പൊളിച്ചു നീക്കിയിരുന്ന കാലം. ആ കാലത്ത് നിന്നാണ് ഇന്ന് ലോകത്തിനാകെ മാതൃകയാക്കാവുന്ന വിദ്യാഭ്യാസ മേഖലയായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിയത്. 50,000-ത്തിലധികം വരുന്ന ഹൈടെക് വിദ്യാലയങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ ഇന്ന് നമ്മുടെ നാടിനകത്തുണ്ട്. നമ്മുടെ കരൂപ്പെടുന്ന വിദ്യാലയമാണ് ഈ മണ്ഡലത്തിനകത്ത് ആദ്യത്തെ ഹൈടെക് വിദ്യാലയമായി ഉയർത്തിയത്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മുന്നേറ്റം സാധ്യമായത് ഈ 10 വർഷത്തിനിടയിലാണ്. എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയെടുക്കാൻ വേണ്ടി ഈ 10 വർഷക്കാലത്തിനിടയിൽ നടന്നു. ഉമ്മൻചാണ്ടിയുടെ, അബ്ദുറബ്ബിന്റെ വിദ്യാഭ്യാസ കാലത്തിലേക്ക് നാം ഒന്നുകൂടി പുറകോട്ട് പോയി നമ്മുടെ മനസ്സിൽ നിന്ന് ഓർമ്മകളെ തട്ടിയെടുത്താൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. SSLC-യിലെയും +2-വിന്റെയും പൊതുപരീക്ഷകൾ നടത്താൻ കഴിയാത്ത നാടായിരുന്നു നമ്മുടേത്. എന്തുകൊണ്ടാ പരീക്ഷ നടത്താൻ വേണ്ടി കഴിയാതിരുന്നത്? വെള്ളപ്പൊക്കം വന്നിട്ടാണോ പരീക്ഷകൾ മാറ്റിവെക്കപ്പെട്ടത്? ചോദ്യപേപ്പറുകൾ ചോർന്നു പോവുകയായിരുന്നു. SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്ത് കാസർകോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ചോദ്യപേപ്പറുകൾ ചോർന്നു പോകും. പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരും. ഒരു ഘട്ടത്തിൽ സ്കൂളുകളിലെ ഓണപ്പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നില്ലേ ഈ കേരളത്തിൽ? അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, എന്താ ഓണപ്പരീക്ഷ നടത്താത്തത്? അബ്ദുറബ്ബ് പറഞ്ഞ മറുപടിയാണ്, ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് ഓണപ്പരീക്ഷ നടത്താൻ കഴിയാതിരുന്നതെന്ന്. ഓണം എന്താ കേരള എക്സ്പ്രസ് ആണോ, ട്രെയിനാണോ? നേരത്തെ വരാനും വൈകി വരാനും. ഓണം വരുന്ന സമയത്താണ് വരിക. പക്ഷേ വിദ്യാലയങ്ങളിൽ, സ്കൂളിലെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നില്ല. കുട്ടികൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ പഴയ പാഠപുസ്തകം വാങ്ങി, അല്ലെങ്കിൽ അത് ഫോട്ടോ കോപ്പി എടുത്താണ് അന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചിരുന്നത്. ഇന്നെന്താ സ്ഥിതി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കിയത് മാത്രമല്ല, അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഈ വർഷം പരീക്ഷ കഴിഞ്ഞ് വേനലവധിക്കാലത്തിന് കുട്ടികൾ തിരികെ വീട്ടിലേക്ക് പോകുമ്പോ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പാഠപുസ്തകങ്ങളുമായാണ് പോകുന്നത്. ഈ നാട് വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്.